ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പീരി ഡേ ആയിരുന്നു. എക്സ്പീരി ഡേ ട്രേഡിങ് നമുക്ക് പിന്നെ അറിയാമായിരിക്കുമല്ലോ. നമുക്ക് നല്ല രീതിക്ക് തീറ്റടിക്കേ വരും. തീറ്റടിക്കയുടെ മുകളിൽ വേണം നമ്മൾ ട്രേഡ് എടുത്ത് സക്സസ് ആവാം. അത് ഇത്തിരി ടാസ്ക് തന്നെയാണ്. ഇതാണ് നമ്മുടെ നിഫ്റ്റി ചാർട്ട്. നമ്മൾ നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുക. ഇന്ന് രാവിലെ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിലാണ്, ഗ്യാപ്പ് അപ്പാണ് ഇന്ന് രാവിലെ വന്നേക്കണത്. പിന്നെ പോരാത്തന്നെ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ തന്നെയാണ് നിഫ്റ്റി കയറി ചെയ്യണത്. നമുക്ക് ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിൽ തന്നെ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ സി സൈഡ് തന്നെയാണ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്, മനസ്സിലായില്ലേ. പി സൈഡിലേക്ക് വന്നാൽ കൂടിയും സി സൈഡ് തന്നെയാണ് അൾട്ടിമേറ്റ്ലി മുമ്പിലുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു കൺസോളേഷൻ അവിടെ കാണാൻ പറ്റും നമുക്ക്. ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇത് ഇന്നുണ്ടാക്കിയ ഹൈയും ലോയാണ് വരച്ചിട്ടാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ബ്രേക്കിംഗ് നടന്നാലാണ് നല്ല മൊമെൻറ്റുകൾ കിട്ടുള്ളൂ. അത് ഞാൻ ഗ്രൂപ്പിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ഈ സെക്ഷനിൽ, അതായത് ഇപ്പോൾ ഈ സൈഡ് വൈസ് നിൽക്കണ ഈ സെക്ഷനിൽ നമുക്ക് ട്രേഡുകൾ കിട്ടും കേട്ടോ. അതൊക്കെ ചെറിയ ചെറിയ പ്രോഫിറ്റേ കിട്ടുള്ളൂ. നമുക്ക് നല്ല ബിഗ് പ്രോഫിറ്റ് വേണമെങ്കിൽ എൻ്റെ മോളിക്ക് ക്രോസ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഫ്രീ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അതനുസരിച്ച് ട്രേഡ് എടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ മോളിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ട്രേഡുകളൊക്കെ എടുക്കാൻ പറ്റുമെന്ന് തന്നെ പറഞ്ഞു ഞാൻ. അങ്ങനെ തന്നെയാണ്. ഇത് നമ്മുടെ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ആണ് കേട്ടോ. ഈ പറഞ്ഞ 23.71 അതല്ല മെയിൻ റെസിസ്റ്റൻസ്. മെയിൻ റെസിസ്റ്റൻസ് 23.132 അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്താലാണ് ഫർദർ നല്ല മൂവ്മെൻറ്റ് കിട്ടുക. ഇതിപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത ശേഷം നല്ല മൂവ്മെൻറ്റ്, പിന്നെ അപ് ട്രെൻഡ് തന്നെയായിരുന്നു മാർക്കറ്റ്. ബേസിക്കലി ഈ ഡേ ഹൈ, ഇതൊക്കെ ഒരു ബേസിക് നോളജാണ് കേട്ടോ. ഈ ഡേ ലോ, ഈ ഡേ ഹൈ, ഈ രണ്ട് സംഭവം ബേസിക് നോളജാണ്. ഈ ബേസിക് നോളജിൽ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും, ഈസിയാണ്. അത് കൺസോൾട്ടേഷൻ നിൽക്കുന്ന ടൈമിലാണ് നമുക്കവിടെ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. നല്ല കൺസോൾട്ടേഷൻ ഉണ്ടെങ്കിലാണ് ഡേ ഹൈയുടെ മുകളിലൊക്കെ നല്ല രീതിക്ക് ട്രേഡ് കിട്ടുക. ഇതിപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി നല്ലൊരു അപ് ട്രെൻഡ് തന്നെയാണ് നിഫ്റ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയും ഡൗൺ വന്ന ശേഷം, അതായത് ഒരു 11-ാം തീയതി വരെ ഡൗൺ ആയിരുന്നു. 10-ാം തീയതി വരെ ഡൗൺ ആയിരുന്നു. 11-ാം തീയതി തൊട്ടിട്ടാണ് മൂവ്മെൻറ്റ് തുടങ്ങിയത് നിഫ്റ്റി. ഇപ്പോൾ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ 21-ാം തീയതി 21-ാം തീയതി ആകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല റിവേഴ്സിൽ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി. ഇനിയൊരു പി സൈഡിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടെന്നല്ല, ഭയങ്കരമായിട്ടുള്ള ന്യൂസുകളൊക്കെ വരണം, എന്നാലാണ് കാര്യം നടക്കുള്ളൂ. അത് പി സൈഡിലേക്ക് ഇനിയും വന്ന് അടിയിൽ പോകണമെങ്കിൽ നല്ല ന്യൂസുകളൊക്കെ വേണം. അല്ലാണ്ടൊന്നും പി സൈഡിലേക്ക് ഇനി അത്ര പെട്ടെന്നൊന്നും വരാൻ സാധ്യത കുറവാണ്. ബാങ്ക് നിഫ്റ്റി തന്നെയാണ് നല്ല രീതിയിൽ ബുള്ളിഷിക്ക് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. നല്ല ബീറിഷ് കഴിഞ്ഞിട്ട് നല്ല ബുള്ളിഷിക്കുള്ള ഒരു സെറ്റപ്പിലാണ് ബാങ്ക് നിഫ്റ്റി. അത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് പറയണതാണ്. ഇന്നും തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല ബുള്ളിഷ് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസിൻ്റെ മുകളിൽ കൺസോൾട്ടേറ്റ് ചെയ്തൊരു പി കാണിക്കുന്നുണ്ട്. ബേസിക്കലി നിങ്ങൾ നിഫ്റ്റി നോക്കുക, നിഫ്റ്റി നിൽക്കുന്നത് റെസിസ്റ്റൻസിൻ്റെ സപ്പോർട്ടിൻ്റെ ഇടയിലാണ്. അതായത് നിഫ്റ്റി കാണിക്കുന്നത് സി സൈഡ് തന്നെയാണ്. പക്ഷെ ബാങ്ക് കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പിന്നെയും അടിയിലേക്ക് വന്നേക്കാണ്. അതായത് റെസിസ്റ്റൻസിനെ സപ്പോർട്ടാക്കിയിട്ട് അടിയിലേക്ക് ബ്രേക്ക് ചെയ്തേക്കാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്നല്ല, നിഫ്റ്റി നിൽക്കുന്നത് സി സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി ഒപ്പം കയറിക്കോളൂ കേട്ടോ. ഇതിലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ലെവലും ബ്രേക്ക് ചെയ്ത് ഞാൻ മൂവ്മെൻറ്റ് കിട്ടുന്ന തന്നെയാണ് ഞാൻ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് നടക്കുന്നത്. പിന്നെ ഈ ഒരു സപ്പോർട്ടും ഈ ഒരു റെസിസ്റ്റൻസും ഭയങ്കര യൂണീക്കായ ടെക്നിക്കൊന്നുമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ഡേയുടെ ടോപ്പിൽ പോയിട്ടൊരു ലൈൻ വരച്ചാൽ മതി, തീരാവുന്ന പ്രശ്നമുള്ളൂ. അത് ഡേ ആയി, അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു സെറ്റപ്പ്. ബേസിക്കലി ഞാനിവിടെ ഈ റെഡ് ലൈൻ കാണുന്ന ലൈൻസൊക്കെയും ഇത്തിരി കാൽക്കുലേഷനുള്ള ലൈൻസാണ്. ഇതൊക്കെ സിമ്പിളാണ്. നമുക്ക് ടോട്ടലി ഇത്രയും സ്ട്രൈക്കിലാണ് ട്രേഡ് ഉണ്ടായിരുന്നത്. ഇത് ബാങ്ക് നിഫ്റ്റി ട്രേഡാണ്. 49,700 PE ആണ് കേട്ടോ. അത് ഇതൊരു 50 പോയിൻ്റ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ട്രേഡാണ്. ഇതിൻ്റെ സ്ട്രാറ്റജി ഒന്നുമില്ല. ഇത് ഞാൻ വീഡിയോസിൽ പറയാറുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇത്. ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ സെല്ലേഴ്സ് റേഷൻ കണ്ടിട്ട് ട്രേഡ് എടുക്കുക. ഇവിടെ നിങ്ങൾ നോക്കുക, സെല്ലേഴ്സ് റേഷൻ വരുന്ന ക്യാൻഡിൽ ഇതാണ്. ഈ ഡോജിയാണ് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആവുന്ന ക്യാൻഡിൽ. അവിടെ നിന്ന് തന്നെ ട്രേഡ് എടുക്കാവുന്നതാണ്. അങ്ങനെ കിട്ടിയ ട്രേഡാണ് കേട്ടോ അത്. ഇതിന് വലിയ ആനത്തല ബുദ്ധിയുടെ ആവശ്യമില്ല, സിമ്പിളാണ് കാര്യങ്ങൾ. ഇത് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഗ്രൂപ്പിലും പറയാറുണ്ട്, വീഡിയോസിലും പറയാറുണ്ട്. ഡേയുടെ മുകളിൽ കണ്ടീഷൻ നോക്കുക നമ്മൾ, അത്ര ഉള്ള കേസ്. നമുക്ക് റെഡ് ക്യാൻഡിൽ ലോസിങ് കിട്ടണം, ആ ഡേഹയുടെ മുകളിൽ തന്നെ കിട്ടണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങളിപ്പോൾ ലോസിൽ നിൽക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കത് ദിവസത്തിൽ ഒരു വട്ടമൊക്കെ അത് പ്രയോഗിക്കാൻ പറ്റും. അതായത് ഭയങ്കരമായിട്ട് കൺസൾട്ടേറ്റ് ചെയ്ത് റിവേഴ്സിൽ പോകുന്ന സമയത്തൊക്കെ ഈ ഡേ ഹൈ ഒക്കെ നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഒറ്റ ക്യാൻഡിലുണ്ടായി, അതിൻ്റെ ഇടയിൽ തന്നെ കുറേ നേരം നിൽക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ ഒറ്റ ക്യാൻഡിൽ നോക്കാവുന്നതാണ്. ദിവസത്തിൽ ഒരു വട്ടം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണത്.
നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ കണ്ണുമ്പോൾ ട്രേഡ് എടുക്കാണ്ട് ഒരു റെഡ് ക്യാനിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ കേസ്. അതായത് ഡേയുടെ മുകളിൽ ഇങ്ങനത്തെ റെഡ് ക്യാനിൽ വരണം, അപ്പോൾ ട്രേഡ് എടുക്കുക. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റേണ്ടതാണ് കേട്ടോ. നിങ്ങൾ പിന്നെ നോക്കിക്കോ, ഇവിടേക്ക് നോക്കിക്കോ, ഇവിടെ എന്താണ് ഈ ഡേഹയുടെ മുകളിൽ നടക്കണതെന്ന് നിങ്ങൾ നോക്കുക. ഇത്ര ഏറെ റിജക്ഷൻസാണ് ഡേഹയുടെ മുകളിൽ വരുന്നത്, നല്ല റിജക്ഷൻസാണ്. നമുക്ക് ഇവിടെ ഒരു ട്രേഡ് കിട്ടി. അതായത് ഈ ഡേഹയുടെ ഒരു പ്രത്യേകതയാണ് പറയണത്. ഫസ്റ്റ് മിനിറ്റിൽ തന്നെയാണ് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. അത് ഞാൻ ഫസ്റ്റേ പറയാം. പിന്നെ മുകളിൽ നമുക്കൊരു സെല്ലേഴ്സ് റിജക്ഷൻ കിട്ടി, റെഡ് ക്യാനിലെ റിജക്ഷൻ കിട്ടി, ട്രേഡ് ആക്ടിവേറ്റ് ആയി. പിന്നെ അത് അടിയിലേക്ക് വന്ന് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി റൺ ചെയ്തു. പിന്നെ ഒരു സ്റ്റോപ്പ് ലോസിക്ക് പോയി. നമ്മളൊരു 30 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ആ സ്റ്റോപ്പ് ലോസിക്ക് അടിച്ചു. അത് നമുക്കൊരു 50 പോയിൻ്റ് മുകളിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് 30 പോയിൻ്റ് പോയി, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അടിച്ചു. അടുത്ത ശേഷം പിന്നെ റീ എൻട്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ എപ്പോഴും ഞാൻ ഇടാറുണ്ട്. അപ്പോഴും ഈ ഡേഹൈനെ നോക്കണത്. നിങ്ങൾ ഡേഹൈ നോക്കിക്കോ. ബൈയേഴ്സ് ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഇടയിൽ ലോസ് ചെയ്തു, ട്രേഡില്ല. ബൈയേഴ്സ് ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഇടയിൽ ലോസ് ചെയ്തു, ട്രേഡില്ല. പിന്നെയും ബൈയേഴ്സ് ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഇടയിൽ ലോസ് ചെയ്തു, ട്രേഡില്ല. അങ്ങനെ നോക്കി പോവുക. നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന എല്ലാ ട്രേഡും അങ്ങനെ നോക്കാവുന്നതാണ്. മനസ്സിലായത്? ഈസിയാണ്. അതിൻ്റെ മുകളിൽ സെല്ലേഴ്സ് റിജക്ഷൻ തന്നെ വരണം. റെഡ് ക്യാനിലെ റിജക്ഷൻ വന്നാലാണ് അതിൻ്റെ മുകളിലേക്ക് ഫർദർ മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. ഈ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഇപ്പുറത്ത് കിട്ടണമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് സെല്ലേഴ്സ് റിജക്ഷൻ തന്നെ വരണം. ബേസിക് ഒരു തിയറിയാണ് കേട്ടോ ട്രേഡിങ്ങിലത്തെ. പലർക്കും ഒന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ടിപ്പായിട്ട് കൂട്ടാവുന്നതാണ്. ഇതൊരു വേറെ ട്രേഡാണ്. ബാങ്ക് നിഫ്റ്റി 49,800 C ആണ്. നമുക്കൊരു മിനിമം പ്രോഫിറ്റാണ് കിട്ടിയിട്ടുള്ളൂ. ഒരു 28 പോയിൻ്റ് പോയിട്ടുള്ളൂ. ഇതൊരു മിനിമം പ്രോഫിറ്റ് കിട്ടിയുള്ള ട്രേഡാണ്. പിന്നെ റീ എൻട്രി ഉണ്ട്. റീ എൻട്രി പിന്നെ നിങ്ങൾക്ക് നോക്കാം. റെഡ് ക്യാനിൽ മുകളിൽ ലോസ് ചെയ്യണം. ഇതൊക്കെ അടിയിലാണ് ലോസ് ചെയ്തേക്കണത്. അപ്പോൾ പിന്നെ ട്രേഡ് ഇല്ലേ, അതിനെ ചിന്തിക്കേണ്ടതെന്നാണ് മാർക്കറ്റ് പറയണത്. പിന്നെ നമുക്ക് ട്രേഡ് എടുക്കാം. എപ്പോൾ റെഡ് ക്യാനിൽ മുകളിൽ ലോസ് ചെയ്യണം അപ്പോൾ ട്രേഡ് എടുക്കുക. ഇവിടെ നിങ്ങൾ നോക്കിക്കോ. റെഡ് ക്യാനിൽ ഒരു ഗ്രീൻ ക്യാനിൽ ലോസ് ചെയ്തു, പിന്നെ റെഡ് ക്യാനിൽ മുകളിൽ ലോസ് ചെയ്തു, ലിമിറ്റിലേക്ക് വന്നു. ലിമിറ്റിലേക്ക് വരൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഗെയിമിലത്തെ. ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഗെയിമാണിത്. ഇത് ഭയങ്കരമായിട്ട് മൈൻഡ് ഗെയിമാണ്. ആ മൈൻഡ് ഗെയിമിൽ നിങ്ങൾക്ക് സക്സസ് ആണെങ്കിൽ നിങ്ങൾ ലിമിറ്റിൽ തന്നെ ബൈ എടുക്കുക. ഞാൻ ഇന്ന് എല്ലാവരോടും പറഞ്ഞാൽ ലിമിറ്റിലൊക്കെ എടുക്കാൻ തന്നെയാണ് പറഞ്ഞത്. ലിമിറ്റിൽ എടുക്കാണ്ട് അത്യാവശ്യം ഡിസ്കൗണ്ട് പ്രൈസിന് കിട്ടിയിട്ട് പോയിട്ടുള്ള ട്രേഡുകളുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും ലിമിറ്റിൽ തന്നെ എടുക്കാൻ നോക്കുക. ഇത് ലിമിറ്റിക്ക് വന്നിട്ടുള്ള ട്രേഡാണ്. പിന്നെ നിങ്ങൾ നോക്കിക്കോ, നല്ല രീതിക്ക് മൂവ്മെൻറ്റ് നടത്തി. നിങ്ങൾക്ക് ഇവിടെ നിന്നും കിട്ടാത്ത മൂവ്മെൻറ്റ് ഇവിടെ കിട്ടും. എപ്പോഴും നമുക്ക് റെഡ് ക്യാനിൽ ക്ലോസിങ് എപ്പോഴും ഒരു ലെവലിൻ്റെ മുകളിൽ കിട്ടണം. പിന്നെ നമുക്കുണ്ടായിരുന്ന 22,900 P ആണ് കേട്ടോ. 22,900 P 17 രൂപയ്ക്ക് മേടിക്കാനാണ് പറഞ്ഞത്. അത് നമുക്കൊരു 18 രൂപയ്ക്ക് കിട്ടുന്ന ട്രേഡാണ്. 18-ന്ന് 29 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 11 പോയിൻ്റ് മൂവ്മെൻറ്റൊക്കെ ഈസിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് അടിയിലേക്ക് വരുമായിരുന്നു. ഇത് 230-50 P. ഈ ട്രേഡ് നമ്മൾ രാവിലെ പ്ലാൻ ചെയ്ത് തന്നെയാണ്. ഒന്നിൽ നമ്മൾ പ്ലാൻ ചെയ്തത് 81 രൂപയാണ് പ്ലാൻ ചെയ്തത്. ഒന്ന് നമുക്ക് 55.65 പ്ലാൻ ചെയ്തേക്കണത്. നമ്മുടെ കണ്ടീഷൻ നോക്കുക. ഗ്രീൻ ക്യാനിൽ ലോസ് ചെയ്യണം, റെഡ് ക്യാനിൽ റിജക്റ്റ് ചെയ്യണം. ഇത് ഡയറക്റ്റ് SL ആണ് കേട്ടോ. ഈ ട്രേഡ് ഡയറക്റ്റ് SL ആണ്. SL സ്വൈപ്പ് ചെയ്ത ശേഷം പിന്നെ നല്ല മൂവ്മെൻ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. SL അടിച്ച ശേഷം പിന്നെ വർത്താനില്ല. റീ എൻട്രിയിൽ നമുക്കൊരു സെല്ലേഴ്സ് ഇവിടെ കിട്ടണം. ഈ ഒരു ഭാഗത്ത് സെല്ലേഴ്സ് റിജക്ഷൻ കിട്ടണം. അന്നേരമാണ് കയറി പോകാൻ പറ്റുള്ളത്. ഇപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടില്ലേ. അതേപോലെ തന്നെയാണ് ഇതും. ബൈയേഴ്സ് ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്തു, ലിമിറ്റിലെടുത്തു. ഇതും ഡയറക്റ്റ് SL ആണ്. ഈസി ആയിട്ട് 2 മിനിറ്റ് കൊണ്ട് തന്നെ SL ആയിട്ടുണ്ട്. ഇങ്ങനത്തെ 2 SL വന്നപ്പോൾ നമ്മൾ ഫ്രീ ഗ്രൂപ്പ് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിഫ്റ്റിയിൽ 2 SL വന്നപ്പോൾ ഫ്രീ ഗ്രൂപ്പ് നമ്മൾ നിർത്തി ഇന്നത്തേക്ക് വേണ്ടിയിട്ട്. 2 SL കൂടുതലൊന്നും ഞാൻ ഫ്രീ ഗ്രൂപ്പിൽ ഇടണില്ല. മനസ്സിലായില്ലേ? പിന്നെ നമുക്കുണ്ടായിരുന്ന 23,100 C കേട്ടോ. 23,100 C നമുക്ക് 14 രൂപ 5 പൈസയിലാണ് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് 16 വില കിട്ടുന്ന ട്രേഡാണ്. ഇനിയിപ്പോൾ അവിടെ കിട്ടിയില്ലെങ്കിൽ 24 രൂപ എടുക്കാം. 16 കിട്ടാത്തവർക്ക് 24 എടുക്കാം. ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ എങ്ങനെ എടുത്ത ആൾക്കാരൊക്കെ ആണെങ്കിലും ഈ ട്രേഡ് നല്ല ടാർഗറ്റാണ്. ഈസി ആയിട്ട് കിട്ടുന്ന ടാർഗറ്റാണ്. ഈ ട്രേഡ് ഒരു 120 രൂപ മുകളിലേക്ക് പോയിട്ടുള്ള ട്രേഡാണ്. ഇത് 14-ന്ന് 120 പോലുള്ള ട്രേഡും കൂടിയാണ്. അടിപൊളി ബമ്പർ ട്രേഡും കൂടിയാണ് ഇത് കേട്ടോ. അടിപൊളി ട്രേഡായിരുന്നു. പിന്നെ നമുക്കുണ്ടായിരുന്ന 22,950 C ഇത് 1:5 കിട്ടിയിരുന്നതാണ്. പക്ഷെ നമ്മൾ നോക്കുക, നല്ല രീതിക്ക് ക്ഷമ വേണം. എന്നാലാണ് ഈ ട്രേഡ് 50 പോയിൻ്റ് നിഫ്റ്റിയിൽ കിട്ടുള്ളൂ. വളരെ ഈസി ആയിട്ട് കിട്ടിയ ട്രേഡൊന്നുമല്ല. നല്ല രീതിക്ക് ക്ഷമിച്ചിരുന്ന് ട്രേഡ് ചെയ്യണം. എന്നാലാണ് SL ഒന്നും പോയിട്ടില്ല. ഈസി ആയിട്ട് കിട്ടണ ഒരു പ്രോഫിറ്റ് അല്ല. നല്ല രീതിക്ക് ക്ഷമ ഉണ്ടായാലാണ് നടക്കുള്ളൂ. പിന്നെ ഇതേ 22,950 C നമ്മൾ രാവിലെ ഒരു ഫ്രീ ഗ്രൂപ്പിൽ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ആ ട്രേഡ്. 80 രൂപയിലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ ലിമിറ്റിൽ തന്നെ മേടിക്കാനാണ് പറഞ്ഞത്. അതങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇതിപ്പോൾ എനിക്ക് ഫുൾ ടാർഗറ്റ് പറയാൻ പറ്റാത്തത്. ഇത് ഈസി ആയിട്ട് പോയിട്ടുള്ള ഒരു ടാർഗറ്റാണ്. പക്ഷെ നമുക്കത് പറയാൻ പറ്റാത്ത ഈ ട്രേഡ് ഞാൻ ലിമിറ്റഡ് എടുക്കാനാണ് പറഞ്ഞത്. അത് ലിമിറ്റിക്ക് വരാത്തതുകൊണ്ട് ഞാനത് പറയണില്ലെന്ന് മാത്രം. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു 2 SL വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും 2-3 SL വന്നിട്ടുണ്ട്. നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ 2 SL വന്നിട്ടുണ്ട്. ഡയറക്റ്റ്ലി 2 SL ആണ്.
ഫ്രീ ഗ്രൂപ്പിൽ ടോട്ടൽ 3 ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 SL വന്നത്. ഒരെണ്ണം നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു ട്രേഡ് ഉണ്ട്. അത് പക്ഷേ ഫുൾ ടാർഗറ്റാണ്. പക്ഷെ അത് ഫുൾ ടാർഗറ്റ് ഒന്നും പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിമിറ്റ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് പിന്നെ അത് പറയാൻ പറ്റില്ല. പക്ഷേ ലിമിറ്റിക്ക് വന്നുമില്ല, ഫുൾ ടാർഗറ്റ് പോയി ചെയ്തു. അതാണ് ഉണ്ടായത്. ഡയറക്റ്റ് 2 SL ഫ്രീ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. ഒരു 10 പവൻ്റെ മുകളിൽ ഒരു ട്രേഡ് കിട്ടിയിട്ടുമുണ്ട് ഫ്രീ ഗ്രൂപ്പിൽ. അങ്ങനെ ടോട്ടൽ 3 ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ട്, അതിലാണ് ബാക്കി ട്രേഡ് ഉണ്ടായിരുന്നത്. അതിൽ നമുക്ക് ഒരു SL വന്നത്, ബാക്കി 2 ടാർഗറ്റാണ് വന്നത്. നിഫ്റ്റിയിൽ തന്നെയാണ് പറയുന്നത് കേട്ടോ. നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ ആയിട്ട് നല്ല പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് നിഫ്റ്റിയിൽ 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് 50 പോയിന്റ് വെച്ചിട്ട്. അത് ട്രെയിൽ ചെയ്ത് പോണവർക്ക് നല്ല രീതിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും കേട്ടോ. ഒരു 100 പോയിന്റ് വെച്ചിട്ട് ഓരോ ട്രേഡിലും കിട്ടുന്ന സെറ്റപ്പ് ആയിരുന്നു ആ ട്രേഡ്. പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 80 പോയിന്റിൻ്റെ അടുത്ത് പ്രോഫിറ്റ് വേറെ വന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് വന്നിട്ട് ഓവറോൾ ട്രേഡിങ്. നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിലാണ്. ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണ്. വേൾഡിൽ ഏത് മാർക്കറ്റ് എടുത്താലും ഇന്ത്യൻ മാർക്കറ്റാണ് ഏറ്റവും ടഫ് ട്രേഡ് ചെയ്യാൻ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് സിറ്റുവേഷൻസാണ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഓപ്ഷൻസ് ചെയ്യാൻ ചെറിയ പാടൊന്നല്ല, നല്ല പാടാണ് ഓപ്ഷൻസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടൊക്കെ ചെയ്യുക. മിനിമം നിങ്ങൾ ചാർട്ട് റീഡ് ചെയ്യാൻ പഠിക്കുക. ചാർട്ട് റീഡിങ് മാത്രമല്ല, ചാർട്ടൊക്കെ ഒന്ന് മുമ്പിൽ വെച്ചിട്ട് അതിൽ നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. അതായത് ബയേഴ്സ് ക്യാനലിൻ്റെ മൂവ്മെൻറ്റ്, സെല്ലേഴ്സ് ക്യാനലിൻ്റെ മൂവ്മെൻറ്റ്, ഇതൊക്കെ മൂവ്മെൻറ്റ് കണ്ടിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നോക്കുക. വെറുതെ ഞാൻ പറയുന്ന ഒരു കോൾസ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ ചാർട്ട് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. മൊബൈലിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കണം നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ. മനസ്സിലായാലും അതിൽ നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ്സിനെ പ്ലാൻ ചെയ്യുക. ഞാൻ ആക്ടിവേറ്റ് ആയെന്ന് പറയുമ്പോൾ ചാടിക്കറി എടുക്കലല്ല ട്രേഡിങ്. അങ്ങനെ നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്ത് നിങ്ങൾ സക്സസ് ആവില്ല ഈ സംഭവത്തിലൊന്നും. നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും ഇത് ഗാംബ്ലിംഗ് ആയിട്ട് തോന്നുള്ളൂ. അതാണ് ഒരു സത്യം. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ആക്റ്റീവായെന്ന് പറയുമ്പോൾ ചാടിക്കറി ഓടിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും സക്സസ് ആവില്ല. നിങ്ങൾക്കൊക്കെ ഇത് ഒരു ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ ഇതിലൊരു സക്സസ് റേഷ്യോ ഉണ്ടാക്കണം എന്നും മെനക്കെട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ചാർട്ട് തുറന്നു വെച്ചിട്ട് ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് നോക്കുക. ചാർട്ടിന് നിങ്ങൾ 3 വരെ നോക്കിയിരുന്നോ? വെറുതെ ചാർട്ട് നോക്കിയിരിക്കുക ഒരു പാടല്ലോ, പൈസ ഓർക്കൊന്നും വേണ്ടല്ലോ, ഇതൊന്നും വേണ്ടിയിട്ട് നിങ്ങൾ ചാർട്ട് നോക്കിയിരിക്കുക. നമുക്ക് ചാർട്ട് നോക്കിയിരുന്നാൽ തന്നെ ഇതിൻ്റെ ഒരു ABCD മനസ്സിലാവും കറക്റ്റായിട്ട്. ഇപ്പോൾ ട്രേഡിങ് അറിയാത്ത ഒരാളാണെങ്കിലും ചാർട്ട് നോക്കിയാൽ എല്ലാതും നമുക്ക് മനസ്സിലാവും. ചാർട്ടിലാണ് ഇതിൻ്റെ ഒക്കെ ഗെയിം കിടക്കുന്നത്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നാട്ടിൽ ഇത്രയും പറഞ്ഞത്. ചാർട്ടിലാണ് നിങ്ങൾക്കുള്ള പ്രോഫിറ്റ് കിടക്കുന്നത്. ചാർട്ട് നോക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, ചാർട്ടിന് വേണ്ടി സമയം കളയാൻ നിങ്ങൾക്ക് സമയവും ഇല്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ സമയമെടുക്കും. ഇതിലൊന്ന് ക്ലച്ച് പിടിച്ച് വരാൻ സമയമെടുക്കും. ഇതിലെ നിലനിൽക്കണം, ഇതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണേക്കാൻ കൂടുതൽ നിലനിൽക്കലാണ് അത്യാവശ്യം. നിങ്ങളെ കാശ് പോകേണ്ട, നിങ്ങളെ ക്യാപിറ്റൽ പോകേണ്ട നിൽക്കണമല്ലോ. അതാണ് എൻ്റെ അടുത്ത് ഏറ്റവും വലിയ ഗെയിം. അത് നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ ചാർട്ട് നോക്കിയേ പറ്റും. മനസ്സിലായില്ലേ? ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാൻ പറ്റുകയാണെങ്കിലാണ് സക്സസ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്, ലാസ്റ്റ് ഡേ ആണ് ട്രേഡിങ്ങിൻ്റെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.